ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളൊരു പ്രൊജക്ടർ നോക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു 4K ആൻഡ്രോയിഡ് പ്രൊജക്ടറാണിത്. മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പ്രൊജക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ അതുപോലെ ക്വാളിറ്റി കുറഞ്ഞ ഒരുപാട് പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. ഇതിൻ്റെ തന്നെ 2000-ൻ്റെ ഉണ്ട്, 4000-ൻ്റെ ഉണ്ട്, 6000-ൻ്റെ ഉണ്ട്, 8000-ൻ്റെ ഉണ്ട്. പല റേറ്റിന് സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതേ സെയിം മോഡൽ തന്നെ 4K സപ്പോർട്ട് ചെയ്യാത്ത മോഡൽസും ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ഇതുണ്ടെന്നുള്ള നമുക്ക് കാണാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ആക്കിയാണ് ഇവിടെ നമ്മളെ പ്രൊജക്ടർ കാണാൻ പറ്റും. ജസ്റ്റ് പ്രൊജക്ടർ എടുക്കാം. ഇതാണ് നമ്മളെ പ്രൊജക്ടർ വരുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊന്നുമില്ല. ഇതിൽ പിന്നെ നമുക്ക് റൊട്ടേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പവർ ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ USB ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ HDMI പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ്സെറ്റിൻ്റെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പവർ കൊടുക്കുന്നതാണ്, ചാർജ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പം അടുത്ത ഇതിലുള്ളത് ഒരു ബാഗാണ്. ഓക്കെ, ഇതിൻ്റെ ചാർജർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചാർജർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിമോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കേബിളും ഉണ്ട്. HDMI പോർട്ടിൻ്റെ ഒരു കേബിളും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതെങ്ങനെ നമുക്ക് കണക്റ്റ് ആക്കാം, ഇങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു കോഡ് വയർ ഉണ്ടെങ്കിൽ ആ കോഡ് വയർ എടുക്കുക. എന്നിട്ട് നിങ്ങളിപ്പം ഇതിൽ കണക്റ്റ് ആക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വയർ കാണാൻ പറ്റും. ഈ വയർ എടുക്കാം. കോഡ് വയർ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിലേക്കോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അവിടെ കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പോർട്ടിലാണ് ഇത് കൊടുക്കേണ്ടത്. ഇത് കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകയാണ്. ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കത്തുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു പവർ ബട്ടൺ ഉണ്ടാവും. പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വേറെ ലൈറ്റിലേക്ക്, ബ്ലൂ ലൈറ്റിലേക്ക് മാറും. അപ്പം ഡിസ്പ്ലേ ഇപ്പോൾ ഇത് ഫാനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേയിലേക്ക് ഇപ്പോൾ പോകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഇനി ലൈറ്റ് ഓഫ് ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ക്വാളിറ്റി ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇടുന്നുണ്ട്. ഓക്കെ, ഇതിലെന്ന് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിമോട്ട് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൗസിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ സെറ്റിങ്സിൻ്റെ ഓപ്ഷന്, ഹോം ബട്ടന്, സൗണ്ട് കൂട്ടുന്ന ഓപ്ഷന് ഒക്കെ ഇതിലുണ്ട്. ഇപ്പോൾ ഈ റിമോട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും പ്രസ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ആക്കിയിട്ട് ഒരുപാട് ആൾക്കാർ പ്രസ് ചെയ്യുന്നിട്ട് റിമോട്ട് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ മുകളിൽ അവിടെയാണ് ഇതിൻ്റെ സെൻസർ ഉള്ളത്. അപ്പോൾ ഈ സെൻസറിൻ്റെ മുകളിലേക്കാണ് നിങ്ങൾ റിമോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ കാസ്റ്റിങ്ങിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മൊബൈൽ വെച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ആക്കി തരാം. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് 4K ആണോ എന്ന് എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഓപ്പൺ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്കുക. ഇവിടെ നിങ്ങൾ വൈഫൈ ആയിട്ട് കണക്ട് ആക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൗസിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ മൗസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ മൗസ് മോഡിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കണ്ടോ മൗസിൻ്റെ ഒരു ഓപ്ഷൻ വന്നത്. ഇനി അത് വേണമെങ്കിൽ അത് വെക്കാം. ഇനിയിപ്പോൾ മൗസിൻ്റെ വേണമെങ്കിൽ നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, ഇവിടെ ട്രൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ യൂട്യൂബ് ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വാളിറ്റി കണ്ടിട്ട് വിചാരിക്കേണ്ടത് ഇവിടെ ലൈറ്റ് ഉള്ളതിനെ കൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നത്. ഈ ലൈറ്റ് ഓഫ് ആക്കിയാണെങ്കിൽ ഇതിനെക്കാട്ടി നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പം ഇതൊക്കെ കോപ്പിറൈറ്റഡ് ആണ്. അപ്പം അതിനെക്കൊണ്ട് നമുക്ക് 4K ഏതെങ്കിലും നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഇത് വെക്കാം. കാരണം ഈ ഒരു പ്രൊജക്ടർ എന്ന് വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ പ്രൊജക്ടറിനെക്കാട്ടിയും കുറച്ചുകൂടിയും നല്ലൊരു സ്പീഡ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്നത്തെ ഒരു പ്രൊജക്ടറിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു.
കാണിച്ചു തരാം. ഇതിൻ്റെ ക്വാളിറ്റി കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ബ്ലറായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാൻ അവിടെ ക്വാളിറ്റി കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളെ 4K ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഇഞ്ചസ് നോക്കണ്ട, നമ്മൾ എത്ര ബാക്കോട്ട് വെക്കുന്നോ അതിനനുസരിച്ചുള്ള ബാക്കോട്ടേക്ക് നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി അടുത്ത് വെച്ചാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടും. ഓക്കെ, ഇത് ഡിസ്പ്ലേൻ്റെ ഇഞ്ചസ് വരുന്നത് 80 ഇഞ്ചസ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ക്വാളിറ്റി കാണാൻ പറ്റുന്നതാണ്. ഇനി ഇത് 4Kയിലാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഇത് ഓക്കെ, ഇത് നമുക്ക് ഇനി 4Kയിലാണോ, ഇത് 4K പ്രൊജക്ടർ ആണോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 4K ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. യൂട്യൂബ് വീഡിയോ എടുക്കാം. 4K യൂട്യൂബ് വീഡിയോ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് 1080p ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പ്രൊജക്ടർ വാങ്ങിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളത് 4K ആണോ അല്ലെങ്കിൽ 1080p ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ 1080p മാത്രം വരികയാണെങ്കിൽ നിങ്ങളത് HD ഫുൾ HD ഇതായിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. ഇതിപ്പോൾ 4K സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് 2 സംതിങ്ങിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ 2 സംതിങ്ങിലേക്ക് ഇടാണ്. ഇപ്പോൾ ഇനി 4Kയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ക്വാളിറ്റി ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 4K ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾ നോക്കൂ. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലറിൻ്റെ ഓപ്ഷൻ ഇവിടെ ഒരു ബ്ലറായി കിടക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണെങ്കിൽ ഇപ്പോൾ ആ ബ്ലറായിട്ടുള്ള ഓപ്ഷന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനിൽ കയറിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രൊജക്ടർ, വാൾപേപ്പർ, ഇതൊക്കെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് BT8 കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു സ്പീക്കർ ഉണ്ടെങ്കിൽ ആ സ്പീക്കർ വെച്ച് BT8 നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്, നിങ്ങൾക്ക് എത്ര ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മളൊരു ആൻഡ്രോയിഡ് TV എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, സെറ്റിങ്സ്. ഇനിയിപ്പം ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമുക്ക് ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എനിക്ക് അബൌട്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീസെറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി, സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് റെഡി ആയിക്കോളും. പിന്നെ ഓട്ടോ കീ ഇതെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മേലോട്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ച് കാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ കീ റെഡി ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് അത് ഓട്ടോമാറ്റിക് റെഡി ആയില്ല. അപ്പോൾ ഈ കീ സെറ്റിങ്ങും ഈ ഒരു ഓപ്ഷനും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പിന്നെ പ്രൊജക്ടറിൻ്റെ സൂമിങ്, പിന്നെ പ്രൊജക്ടറിൻ്റെ സൈസ്. ഓക്കെ, ഒന്നുകൂടി കാണിച്ചുതരാം. മോർ സെറ്റിങ്സ്. അതുപോലെ പ്രൊജക്ടറിൻ്റെ സൈസ്, ഇവിടെ സൈസ് നമുക്ക് ഇൻക്രീസ് ആക്കുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ മാക്സിമത്തിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുണ്ടോ 100 ഇഞ്ചസ് വരെ ഇതിൽ സപ്പോർട്ടാണ്. ഇനി നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി ബാക്കോട്ട് വെക്കണമെങ്കിൽ വെച്ച് കാണെങ്കിൽ കുറച്ചും കൂടി വലിയൊരു എടുത്ത് കിട്ടും. ഓക്കെ, ഇനി ബാക്ക് അടിച്ച് കാണെങ്കിൽ ഇത് കാണാൻ പറ്റും. ഇപ്പോൾ വലുതായി ഓട്ടോ ഫോക്കസ് വന്നിട്ട് അത് ഓട്ടോമാറ്റിക് ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് അടിക്കാം. ഒരു ബ്ലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കീ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലർ പോകുന്നതാണ്. ഓക്കെ, ഇനി എന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന മിറർ കാസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് മൊബൈലിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഈ മിറർ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് മിറർ കാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഫോണിൻ്റെ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവരൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം.
ഒരു ആപ്ലിക്കേഷന് കിട്ടിയിട്ടുണ്ട്. സ്കാൻ ചെയ്തിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്, ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആയി ഓപ്പൺ ആയിട്ടുണ്ട്. കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ വൈഫൈ ഒന്ന് ഓൺ ആക്കിയിടണം. ഓക്കെ, വൈഫൈ ഓൺ ആക്കിയിട്ടിട്ട് ജസ്റ്റ് ബാക്കോട്ട് അടിക്കാം. എന്നിട്ട് ലോക്കൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൊജക്ടറിൻ്റെ നെയിം. അപ്പോൾ ഈ പ്രൊജക്ടർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഏത് ഇതിലാണ് വെക്കുന്നത്, ഇപ്പോൾ വീഡിയോക്കാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിനാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മൊബൈൽ സ്ക്രീനാണ്. ഹലോ ക്ലിക്ക് ചെയ്യാണ്, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ മിറർ കാസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വീഡിയോൻ്റെതും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റി നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മൂവീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിറർ കാസ്റ്റും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മേലോട്ട് വേണമെങ്കിൽ മേലോട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി സൈഡോട്ട് വേണമെങ്കിൽ സൈഡോട്ട് വെക്കാൻ പറ്റും. ഇത് വേണ്ട രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് വാങ്ങാം. ഇതിൻ്റെ ഒരുപാട് ക്വാളിറ്റി മാർക്കറ്റിൽ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി നോക്കിയിട്ട് തന്നെ വാങ്ങിക്കോ. എന്നാൽ ഈ ഒരു 4K ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്.